ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ സാരി വെച്ചിട്ട് ഒരു സ്കേർട്ടും ബ്ലൗസും ഓണത്തിന് ഒക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള സ്കേർട്ടും ബ്ലൗസും തയ്ക്കുന്ന വീഡിയോ ആണ്. ഇപ്പോൾ സാധാരണ നമ്മൾ സാരി വെച്ചിട്ട് തയ്ക്കുമ്പോൾ നമ്മുടെ ഈ കസവിൻ്റെ ബോർഡറും കാര്യമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. ഇപ്പോൾ അതൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് നമുക്കിപ്പം ഇങ്ങനൊരു പട്ടുപാവാടയും ബ്ലൗസും ഒക്കെ ഇങ്ങനൊരു ഫംഗ്ഷൻസിന് മാത്രം ഇടാൻ പറ്റൂ. പക്ഷേ നോർമലി നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്കേർട്ടും ബ്ലൗസും നല്ല ഭംഗിയിൽ ഇങ്ങനെ തയ്ച്ചെടുക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്കേർട്ടിൻ്റെ ഭാഗത്തിന് വേണ്ടി 2 മീറ്റർ ആണ് തുണി എടുത്തിട്ടുള്ളത്. അതിൻ്റെ നീളം എത്രയാണെന്ന് നമ്മൾ നോക്കാം. ഇപ്പം ഞാൻ 26 എടുത്തിട്ടുള്ളത്, 25 വേണം. അപ്പോൾ 1 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടിയിട്ട് 26 എടുത്തിട്ടുള്ളത്. ഒരു 1.5 ഇഞ്ച് വരെ സീം അലവൻസ് നമുക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര നീളം വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഇത് താഴെ സ്കേർട്ടിൻ്റെ താഴെ ഫ്രിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു 6 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ടോട്ടൽ ലെങ്ത്തിൻ്റെ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിന് 5 കുറച്ചിട്ട് വേണം നമ്മൾ ആദ്യം എടുത്ത 2 മീറ്റർ ആ ഭാഗം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ 5 ഈ ഫ്രില്ലിൽ വരുന്നത്. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ കറക്റ്റ് ആവും. കൂടെ സീം അലവൻസും കൂടി ആഡ് ചെയ്യണം. ഫ്രിൽസ് നമുക്ക് തുണി എത്രയുണ്ടോ അത്രയ്ക്ക് എടുക്കാം. ഞാനിവിടെ 5 മീറ്ററാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ നീളം. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ഭാഗം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് അളവിൽ കറക്റ്റായിട്ടുള്ള ഒരു ടീഷർട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ ഷോൾഡറിൻ്റെ നേരെ ഒരു വര വരച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നെക്കിൻ്റെ ഇപ്പുറത്തോട്ട് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് ഒരു വര വരച്ച് കൊടുത്തിട്ടുണ്ട് നെക്ക് പിടുത്തിൻ്റെ അവിടെ. പിന്നെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും അതുപോലെ 1/2 ഇഞ്ച് കയറ്റിയിട്ട് ഒരു വര അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളും ഇതിൽ തന്നെ ഇങ്ങനെ തന്നെ അടയാളപ്പെടുത്താം. അളവെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതേപോലെ ആം ഹോൾ ഇങ്ങനെ നോക്കിയിട്ട് ആം ഹോൾ വരുന്ന ആ പോയിന്റിൽ ഒരു വര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി താഴോട്ടേക്ക് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൂടി കൂട്ടി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്താൽ ആം ഹോൾ റെഡിയാവും. ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ലെങ്ത്ത് നമ്മളിത് ചെറിയൊരു ക്രോപ്പ് ടോപ്പ് മോഡലിലാണ് ചെയ്തത്. അതുകൊണ്ട് ലെങ്ത്ത് അധികം എടുക്കുന്നില്ല. ഞാനിപ്പോൾ ഒരു 13 ഇഞ്ച് ലെങ്ത്ത് എടുക്കുന്നുള്ളൂ. കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ 1.5 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൂടി ചേർത്തിട്ട് ആണ് എടുക്കുന്നത്. അപ്പോൾ 14.5 ഇഞ്ചാണ് എടുക്കുന്നത്. അവിടെ കട്ട് ചെയ്യാം. നമുക്ക് ലെങ്ത്ത് കൂട്ടണമെങ്കിൽ സാധാരണ പട്ടുപാവാട ബ്ലൗസ് പോലെയാണെങ്കിൽ ആ നീളത്തിനനുസരിച്ചിട്ട് എടുത്തിട്ട് 1.5 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ചെറിയൊരു ടോപ്പാണ് കൊടുക്കുന്നത്. സ്ലിറ്റൊന്നും വരാത്ത രീതിയിൽ ഒരു ക്രോപ്പ് ടോപ്പ് മോഡലിലാണ് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും നെക്കുകൾ ഇങ്ങനെ ഒരു ബോക്സ് വരച്ചിട്ട് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. രണ്ടും റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ കാര്യമായിട്ട് ഡിസൈൻസ് ഒന്നും വരുന്നില്ല. ബാക്കിലാണ് ഡിസൈൻ, ബാക്ക് നെക്കിനാണ് ഡിസൈൻസ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ അകത്തുനിന്ന്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യുക. പിന്നെ ഒരു പീസ് എടുത്ത് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുക്കാം. ഈ ബ്ലൗസിൻ്റെ ഭാഗം ഉള്ളതും സാരിയിൽ നിന്ന് എടുത്തിട്ടുള്ള തന്നെയാണ്. അതിൻ്റെ മുന്താണിയോട് ചേർന്ന് വരുന്ന ഭാഗത്ത് ഇങ്ങനെ മുഴുവനായിട്ട് ഈ ലീഫിൻ്റെ ഡിസൈനാണ് വരുന്നത്. ബാക്കി ഭാഗത്ത് നേരത്തെ സ്കേർട്ടിന് കട്ട് ചെയ്ത പോലെ ലൈൻസ് ഡിസൈനാണ് വരുന്നത്. അപ്പോൾ ഈ ഭാഗം ബ്ലൗസിന് വേണ്ടിയിട്ടും മറ്റേ ഭാഗം സ്കേർട്ടിന് വേണ്ടിയിട്ടും എടുത്തു. ഇതിൻ്റെ സ്ലീവ്സ് ചെറിയൊരു ക്യാപ്പ് സ്ലീവ് മോഡലിലാണ് വരുന്നത്. അത് ഫ്രിൽഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നീളത്തിൽ നമ്മൾ സ്ലീവിൻ്റെ ഇത് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു 10 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ സ്ലീവിൻ്റെ നീളം അടയാളപ്പെടുത്തി കൊടുക്കുക. അതിൻ്റെ താഴെ ഭാഗത്തോട്ടിട്ട് ഒരു 2 ഇഞ്ച് ഇങ്ങോട്ട് ഉള്ളിലേക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ അറ്റം കുറച്ചൊന്ന് ഡീപ്പായി കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ടതാണ്. ജസ്റ്റ് ഒന്ന് കുഞ്ഞ് സ്ലീവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് സ്റ്റിച്ചിങ് പാർട്ടിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ വേണ്ടത് വെച്ചാൽ നമ്മൾ ഫ്രിൽസിന് വേണ്ടി 5 മീറ്റർ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 2 മീറ്റർ സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ 5 മീറ്ററാണ് ഫ്രില്ലിന് വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. തുണി നിങ്ങൾക്ക് ഇല്ല പോലെ എടുക്കാം. ഇതിപ്പോൾ സാരിയുടെ പീസ് ആയതുകൊണ്ട് ഇഷ്ടംപോലെ തുണിയിലോട് ഞാൻ 5 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിൻ്റെ 2 സൈഡ് നമുക്ക് മടക്കി തയ്ക്കാം. ഇങ്ങനെ രണ്ടായിട്ട് ചെറുതായിട്ട് മടക്കി തയ്ക്കാം. 2 സൈഡും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ പീസസ് ഒക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. 2-3 പീസായിരിക്കും. അപ്പോൾ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്കേർട്ടിൻ്റെ താഴെ ഒന്ന് ചെറുതായി മടക്കി തയ്ച്ചതിന് ശേഷം ഈ ഫ്രിൽസ് കാണുന്ന ഭാഗത്ത് തന്നെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഉള്ളിൽ വെച്ചിട്ട് മടക്കി തയ്ക്കുന്നൊന്നുമല്ല, തിരിച്ചിട്ട് തയ്ക്കുന്നൊന്നുമല്ല. കാണുന്ന ഭാഗത്ത് തന്നെ ഇങ്ങനെ ഫ്രിൽസായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാൻഡിന് വേണ്ടിയിട്ട് സ്കേർട്ടിൻ്റെ നമ്മൾ നീളം 2 മീറ്ററിന് എടുത്തത്. അപ്പോൾ അതിൻ്റെ അളവ് തന്നെ ഒരു 2 ഇഞ്ച് സീം അലവൻസ് വിട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം. 3 ഇഞ്ച് നീളത്തിലുള്ള സ്ട്രിപ്സാണ് എടുത്തിട്ടുള്ളത്.
ഇനി നമ്മൾ സ്കേർട്ട് അതായത് രണ്ട് ഭാഗവും നമ്മൾ രണ്ടറ്റവും ജോയിൻറ്റ് ചെയ്തിട്ട് ഈ സ്ട്രിപ്പ് ഇതിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് ജോയിൻറ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ ഇപ്പുറത്തോട്ട് കുറച്ച് കടത്തി വെച്ച് നമുക്ക് പിന്നീട് മടക്കി തയ്ക്കാൻ വേണ്ടി കുറച്ചൊന്ന് കടത്തി വെച്ചതിന് ശേഷം ചുറ്റൊന്ന് യോജിപ്പിച്ചെടുക്കണം. യോജിപ്പിച്ച് ചുറ്റി വന്ന് യോജിപ്പിച്ച് ഇവിടെ തീരുമ്പോൾ അവിടെയും കുറച്ച് തുണി ബാക്കി വെക്കണം. എന്നിട്ട് അത് രണ്ടും കൂടി നമ്മൾ പിന്നീട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ആ ഒരു രണ്ടും ജോയിൻ ചെയ്ത ആ പോയിന്റിൽ നിന്ന് വേണം നമ്മൾ തയ്ച്ചു തുടങ്ങാൻ. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ നമുക്ക് എക്സ്ട്രാ കിട്ടും. ഇത് നമ്മളൊന്ന് തയ്ച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് എലാസ്റ്റിക് വെക്കാൻ വേണ്ടി ഇതൊന്ന് മടക്കി തയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കി പിന്നെ ഒരു ഇഞ്ച് വണ്ണത്തിൽ നമ്മുടെ ഈ സ്റ്റിച്ച് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ വെച്ചിട്ട് ഇത് മുഴുവനായിട്ടും ഒന്ന് മടക്കി തയ്ക്കണം. മുഴുവനല്ല, എലാസ്റ്റിക് ഇടാൻ കുറച്ചൊരു സ്ഥലം ബാക്കി വെച്ചതിന് ശേഷം മടക്കി തയ്ക്കണം. ഞാനിത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ നല്ല വശത്ത് വെച്ച് ചീത്ത വശത്തേക്കാണ് തയ്ച്ചത്. നേരെ തിരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ചീത്ത വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് മടക്കി തയ്ക്കാം. പിന്നെ എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. നമ്മുടെ വേസ്റ്റ് അളവിൻ്റെ ഒരു 4-5 ഇഞ്ച് കുറച്ചിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് നമുക്കിത് നമ്മൾ മടക്കി തയ്ച്ച അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സേഫ്റ്റി പെൻ ഉപയോഗിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം രണ്ടും കൂടി കൂട്ടി തയ്ച്ചതിന് ശേഷം നമ്മൾ എലാസ്റ്റിക് ഇടാൻ വിട്ട ഭാഗം കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് കാണിച്ചിട്ടില്ല. അപ്പം രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം സ്ലീവ് മുതൽ ഇപ്പുറത്തെ സ്ലീവ് വരെ മുഴുവനായിട്ട് നമ്മൾ ഒന്ന് 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ട് തയ്ച്ചെടുക്കണം. എന്നിട്ട് അവിടെ ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കണം. ഇനി ഇത് മറിച്ചിട്ടിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ കംപ്ലീറ്റ് ആയി. ഇനി ബാക്ക് പാർട്ടിനെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് നടുവിൽ വെച്ചിട്ട്. അതും അതുപോലെ തന്നെ നല്ല വശങ്ങൾ അടുത്ത് വരുന്ന രീതിയിൽ നമ്മുടെ ഈ നടുക്ക് ഭാഗം മുതൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് മുമ്പ് നമുക്ക് ഇതിലൂടെ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു രണ്ടും കൂടി ഇതുപോലെ ഒന്നിച്ച് 4 പീസ്, ഇപ്പോൾ 2 ലൈനിങ്ങും 2 പീസും ഒരുപോലെ വെച്ചിട്ട് 1 ഇഞ്ച് വണ്ണത്തിൽ നമ്മളിത് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ നമ്മുടെ ഇപ്പോൾ കട്ട് ചെയ്ത ആ ഭാഗം മുതൽ ആ ഭാഗത്തു നിന്ന് തുടങ്ങി നെക്ക്, ഷോൾഡർ, സ്ലീവ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം മറിച്ചിട്ടിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഇനി 2 പാർട്ടിൻ്റെ ഇടയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ബട്ടർഫ്ലൈസ് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെയുള്ള ഡിസൈനാണ്. അതിനു മുമ്പ് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. അന്നേരം നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ഗ്യാപ്പ് എത്രയാണെന്നും എത്ര നീളത്തിലുള്ള ബട്ടർഫ്ലൈസാണ് ഉണ്ടാക്കേണ്ടതെന്നും. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ ബ്ലൗസ് ഫിനിഷായി എങ്ങനെയാണോ ഉണ്ടാവുക അതുപോലെ കറക്റ്റായിട്ട് ഹോളെല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഈ വീതി അളന്ന് നോക്കുക. അപ്പോൾ ഇത് 4 ഇഞ്ചാണ് വരുന്നത്. ഇവിടുന്ന് ഇവിടത്തേക്ക്, അതായത് 1/2 ഇഞ്ച് തയ്ക്കേണ്ട ഉള്ളിൽ വശത്തേക്ക് തയ്ക്കേണ്ട നീളം കൂടി കൂട്ടിയിട്ടാണ് 4 ഇഞ്ച്. അപ്പോൾ നമുക്ക് 8 ഇഞ്ച് നേരെ ഡബിളായിട്ട് 8 ഇഞ്ച് നീളത്തിലൊരു തുണി എടുത്തതിന് ശേഷം അതിങ്ങനെ നടുക്ക്, അതായത് ഇതുപോലെ വെക്കുക. അതിൻ്റെ ഒരറ്റം മറ്റൊന്നിൻ്റെ മുകളിൽ കുറച്ച് കടന്നു നിൽക്കുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ബാക്കി 2 ഭാഗവും തയ്ച്ചെടുക്കുക. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക ആ ഗ്യാപ്പിലൂടെ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കിട്ടും. എന്നിട്ട് അതിന് ഒരു സൂചിയിൽ നൂല് പുറത്തതിന് ശേഷം അതിൻ്റെ നടുവിലൂടെ ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഇപ്പുറത്തറ്റത്ത് വരെ വരിക. അപ്പോൾ നമുക്കൊരു ബട്ടർഫ്ലൈൻ്റെ മോഡൽ കിട്ടും. ഇനി ഈ നൂല് കൊണ്ട് അതൊന്ന് ചുറ്റിയെടുത്തതിന് ശേഷം തുന്നിയിട്ട് ടൈറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ചുറ്റിയിട്ട് 2-3 തവണ ചുറ്റിയതിന് ശേഷം അവിടെ നിന്ന് തുന്നി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ 3 എണ്ണം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആ ഗ്യാപ്പിൽ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. 3 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം വെച്ചാൽ നമ്മൾ താഴെ മടക്കി തയ്ക്കണം. മുൻവശത്തിൻ്റെയും പിൻവശത്തിൻ്റെയും താഴെ ഭാഗം നമ്മൾ മടക്കി തയ്ച്ചതിന് ശേഷം വേണ്ടി ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മടക്കി തയ്ച്ച് ആ പോയിന്റ് മുതൽ, അതാണ് ലാസ്റ്റ് ബട്ടർഫ്ലൈൻ്റെ അറ്റത്ത് അത് വെക്കുക. അങ്ങനെ 3 എണ്ണമാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ താഴത്തെ 2 സൈഡിൽ നമ്മൾ യോജിപ്പിച്ചെടുക്കും. അപ്പുറത്തും ഇപ്പുറത്തും യോജിപ്പിച്ചെടുക്കും. പക്ഷേ മുകളിലത്തത് ഒരു സൈഡ് മാത്രമേ യോജിപ്പിച്ചെടുക്കൂ. എന്നിട്ട് അതിൻ്റെ അവിടെ ഒരു ബട്ടൺസ് കൊടുത്തതിന് ശേഷം, പ്രസ് ബട്ടണോ അല്ലെങ്കിൽ സാധാരണ ബട്ടണോ കൊടുത്തതിന് ശേഷം അത് ക്ലോസ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ ചെയ്തെടുക്കാം. കാരണം നമ്മുടെ നെക്ക് കടക്കാൻ ബുദ്ധിമുട്ടാവും, ചെറിയ നെക്കല്ലേ. അപ്പം ഒരു ബട്ടർഫ്ലൈൻ്റെതാകുമ്പോൾ നമുക്കത് കുറച്ചും കൂടി നെക്ക് കിടക്കേണ്ട സ്ഥലം കിട്ടും. അപ്പോൾ ഇത് 3 ഞാൻ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി താഴത്തെ 2 എണ്ണവും മറ്റേ സൈഡിനും തയ്ച്ചു കൊടുക്കാം. മുകളിലത്തത് അങ്ങനെ ഫ്രീ ആക്കി ഇവിടെ പിന്നീട് നമുക്ക് ബട്ടൺസ് കൊടുക്കാം. അവിടെ ബട്ടൺസ് കൊടുക്കാം, അല്ലെങ്കിൽ പ്രസ് ബട്ടൺ കൊടുക്കാം, വെൽക്രോ വേണമെങ്കിൽ ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ് സ്ലീവ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് നമ്മൾ നേരത്തെ നീളത്തിലെടുത്ത ആ തുണിയിലെ അറ്റത്ത് ആദ്യം 2ആയിട്ട് മടക്കി തയ്ച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ അപ്പുറത്തെ സൈഡിൽ കുറച്ച് ഇങ്ങനെ ഫ്രിൽസ് ഇട്ട് കൊടുക്കണം. നമ്മൾ നടുക്ക് ഭാഗത്ത് മാത്രമേ ഫ്രിൽസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതിനുശേഷം നമുക്ക് നമുക്ക് എവിടം വരെ മുതലാണ് ഈ സ്ലീവ്സ് വേണ്ടത്, എവിടം വരെയാണ് വേണ്ടത് നോക്കിയിട്ട് ബാക്കി ഭാഗത്ത് എക്സ്ട്രാ വരുന്ന ഭാഗത്താണ് നമ്മൾ ഫ്രിൽസ് ഇട്ട് ഇതുപോലെ യോജിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ 2 വശത്തും എവിടം വരെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 2 സ്ലീവ്സിന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ നടുക്ക് ഫ്രിൽസാക്കി എടുത്ത് അത്
ഷോൾഡർ ജോയിൻറ്റിൻ്റെ അവിടെ വരുന്ന രീതിയിൽ രണ്ട് വശത്തേക്കും വെച്ചിട്ട് ആ മാർക്ക് വരെ മാത്രം നമ്മൾ സ്ലീവ്സ് ജോയിൻറ്റ് ചെയ്യാം. ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുഭാഗത്ത് ഷോൾഡർ ജോയിൻറ്റ് ഇവിടെ കൃത്യം നടുവിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡിൽ മാർക്ക് ചെയ്ത് തൊട്ട് ആ പോയിൻറ്റ് നമ്മൾ അറ്റത്ത് മടക്കി തയ്ച്ച ആ സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഇങ്ങനൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം സൈഡും നമ്മൾ യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പട്ടുപാവാടയും ബ്ലൗസിൻ്റെക്കാട്ടിയും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ കുട്ടികൾക്കൊക്കെ തയ്ച്ചു കൊടുക്കാം. പഴയൊരു സാരി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ അടിപൊളി ഡിസൈനിങ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.